അപ്രോച്ചസ് ഓഫ് ഓഡിറ്റ് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് എൻവയോൺമെൻറ്റ്. നമ്മൾ അപ്രോച്ചസ് ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന്, ഓഡിറ്റ് അറൗണ്ട് ദി കമ്പ്യൂട്ടർ, ഓഡിറ്റ് അറൗണ്ട് കമ്പ്യൂട്ടർ ഡിസ്കസ് ചെയ്തതാണ്. ഓഡിറ്റ് ത്രൂ ദി കമ്പ്യൂട്ടർ, ഓഡിറ്റ് ത്രൂ ദി കമ്പ്യൂട്ടർ, ദെൻ ഓഡിറ്റ് വിത്ത് ദി കമ്പ്യൂട്ടർ. ഓഡിറ്റ് വിത്ത് ദി കമ്പ്യൂട്ടർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓഡിറ്റ് ത്രൂ ദി കമ്പ്യൂട്ടർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഓഡിറ്റ് ത്രൂ ദി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൂവിങ് ഫ്രം ബാച്ച് പ്രോസസ്സിംഗ് ടു ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സ്. ബാച്ച് പ്രോസസ്സിംഗ് നിന്ന് ഓൺലൈനായിട്ടുള്ള ട്രാൻസാക്ഷൻ പ്രോസസ്സിങ്ങിലേക്കുള്ളൊരു മാറ്റത്തിനാണ് ഓഡിറ്റ് ത്രൂ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. A slightest movement from mainframe mini system to LAN and WAN. LAN and WANിലേക്ക് എന്ത് ചെയ്തു? മെയിൻ ഫ്രെയിമിൽ നിന്ന് മിനി സിസ്റ്റത്തിൽ നിന്ന് മാറി LAN WAN സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്തു? മാറി എന്നുള്ളതാണ് മൂവ്മെൻറ്റിനെ എന്ന് വിളിക്കുന്നത്. സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള അത്തരത്തിലുള്ള മൂവ്മെൻറ്റിനെ എന്ന് വിളിക്കുന്നത് ഓഡിറ്റ് ത്രൂ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. അവിടെ പേപ്പർലെസ് ഓഫീസുകളായിരിക്കും. ആ ഓഫീസുകൾ മുഴുവൻ പേപ്പർലെസ് ആയി മാറും. അത് ഇറ്റ് കണ്ടെയ്ൻസ് മോസ്റ്റ് ഓഫ് ദി ഡാറ്റ ഇൻ ഇലക്ട്രോണിക് ഫോം. എല്ലാ ഡാറ്റയും ഇലക്ട്രോണിക് ഫോമിലാണ് അവിടെ കൈമാറ്റം ചെയ്യപ്പെടുക. വിച്ച് ഹാസ് മേഡ് ടു ചേഞ്ച് ദ മെത്തേഡ്സ് ഇൻ ഓഡിറ്റ് പ്രോസസ്. അത് ഓഡിറ്റ് മെത്തേഡിൻ്റെ പ്രോസസ്സിൽ തന്നെ ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പം മൂവിങ് ഫ്രം ബാച്ച് പ്രോസസ്സിംഗ് ടു ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സ്, ബാച്ച് പ്രോസസ്സിങ്ങിൽ നിന്ന് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിലേക്കുള്ള ചേഞ്ചിനെയാണ് വിളിക്കുന്നത് ഓഡിറ്റ് ത്രൂ കമ്പ്യൂട്ടർ എന്ന് വിളിക്കുന്നത്. ഇത് സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ഫ്രം മെയിൻ ഫ്രെയിം മിനി സിസ്റ്റം ടു LAN ആൻഡ് WAN. LAN സിസ്റ്റത്തിലേക്കുള്ള WAN സിസ്റ്റത്തിലേക്കുള്ള മാറ്റമാണ്. പേപ്പർലെസ് ആയിട്ടുള്ള ഓഫീസുകളായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് മോസ്റ്റ് ഓഫ് ദി ഡാറ്റ ഇലക്ട്രോണിക് ഫോം വിച്ച് ഹാസ് മേഡ് ടു ചേഞ്ച് ദി മെത്തേഡ്സ് ഇൻ ദ ഓഡിറ്റ് പ്രോസസ്സ്. ഓഡിറ്റ് പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു? ചേഞ്ചസ് വരുന്നു എന്നുള്ളതാണ്. ദെൻ ഓഡിറ്റ് പ്രോസസ്സിൽ ചേഞ്ചസ് വരുന്നു. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ്സ് ദ സിസ്റ്റം ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. ഇത് ഓഡിറ്റർ എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? സിസ്റ്റം ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്, ഡാറ്റ പ്രോസസ്സിംഗ് സിസ്റ്റത്തെ ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഓഡിറ്റ് പ്രോസസ്സ് കൂടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ദി സിസ്റ്റം ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു? ഓഡിറ്റർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ. ഇത് സിസ്റ്റം ഈസ് ആക്സെപ്റ്റ്ലി മെഷേർഡ്. സിസ്റ്റം തന്നെ എന്താണ്? ആക്സെപ്റ്റ്ലി മെഷേർഡ് ആണെങ്കിൽ ഓഡിറ്റർ ഫോളോസ് ദി സിസ്റ്റം ആൻഡ് ഇൻഫർ ദാറ്റ് ഇൻഫർമേഷൻ പ്രോസസ്ഡ് ബൈ ദി സിസ്റ്റം ഈസ് ആക്യുറേറ്റ്. അങ്ങനെ ആണെങ്കിൽ ഓഡിറ്റർ അതിൽ നിന്ന് ഇൻഫറൻസ് എടുക്കുന്നു. ഇൻഫർമേഷൻ പ്രോസസ്ഡ് ബൈ ദി സിസ്റ്റം എന്താണ്? ആക്യുറേറ്റ് ആണെന്ന് എന്ത് ചെയ്യുന്നു? അനുമാനിക്കുന്നു. യൂസ് ഓഫ് കമ്പ്യൂട്ടർ ഈസ് എ ലൈവ് ആൻഡ് ഡൈനാമിക് ഡിവൈസ്. ഇവിടെ എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. ലൈവ് ആൻഡ് ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിവൈസസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിനെ ഇവിടെ യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനെ ലൈവ് ആൻഡ് ഡൈനാമിക് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുകൊണ്ടുള്ള ഒരു ഓഡിറ്റാണ് ഓഡിറ്റ് ത്രൂ കമ്പ്യൂട്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഡിറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ, ഓഡിറ്റ് ത്രൂ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഓഡിറ്ററാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് സിസ്റ്റം ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ്. അതേപോലെ തന്നെ സിസ്റ്റം ഈസ് ആക്സെപ്റ്റ്ലി മെഷേർഡ്. ഓഡിറ്റർ ഫോളോസ് ദി സിസ്റ്റം ആൻഡ് ഇൻഫറൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് ഓഡിറ്റർ കൊണ്ടുവരുന്നു. ആ ഇൻഫറൻസ് ഓഡിറ്റർക്ക് കിട്ടിയ ഇൻഫറൻസ് വെച്ചിട്ട് ഇൻഫർമേഷൻ പ്രോസസ്ഡ് ബൈ ദി സിസ്റ്റം എന്താണ്? ആക്യുറേറ്റ് ആണെന്ന് എന്ത് ചെയ്യുന്നു? ഇൻഫർ ചെയ്യുന്നു. ഓക്കെ, അനുമാനിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ദി ടാർഗറ്റ് ഓഫ് ഓഡിറ്റിംഗ്. ഇതാണ് ഇവിടെ പ്രോസസ്സിങ്ങിനെയാണ് എന്തായിട്ട് എടുക്കുന്നത്? ഇവിടെ ടാർഗറ്റ് ഓഫ് ഓഡിറ്റിംഗ് ആയിട്ട് എടുക്കുന്നത്. പ്രധാനപ്പെട്ട കീ ആസ്പെക്റ്റുകൾ ഏതൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഏതൊക്കെ കീ ആസ്പെക്ട്സ് ആണ് ഈ ഓഡിറ്റിങ്ങിൽ വരുന്നത് നോക്കാം. ഓഡിറ്റിംഗ് ത്രൂ ദി കമ്പ്യൂട്ടർ, സം ഓഫ് ദി കീ ആസ്പെക്ട്സ് ആർ as follows for the selection of this method, such as online data entry.
ഇതിന് ഓൺലൈൻ ഡാറ്റ എൻട്രി ആവശ്യമാണ്. പിന്നെ റിഡക്ഷൻ ഓഫ് പ്രിൻ്റ് ഔട്ട്സ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എലിമിനേഷൻ ആൻഡ് റിഡക്ഷൻ ഓഫ് പ്രിൻ്റ് ഔട്ട്സ്. നമ്മൾ കഴിഞ്ഞ ഓഡിറ്റിംഗ് അറൗണ്ട് കമ്പ്യൂട്ടർ പറഞ്ഞപ്പോൾ അവിടെ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രിൻ്റ് ഔട്ട് നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് എലിമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. റിയൽ ടൈം ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്നത് റിയൽ ടൈമാണ്. റിയൽ ടൈമിൽ എന്ത് ചെയ്യുന്നു, ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഓൺലൈൻ ഡാറ്റ എൻട്രി, എലിമിനേഷൻ ഓർ റിഡക്ഷൻ ഓഫ് പ്രിൻ്റ് ഔട്ട്സ്, റിയൽ ടൈം ഫയൽസ് അപ്ഡേറ്റിംഗ്, ഇത്രയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഒന്നാമത്തെ നോക്കാം, എന്താണ് ഓൺലൈൻ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ടാസ്ക് പെർഫോംഡ് ത്രൂ കമ്പ്യൂട്ടർ. ഇതാണ് പ്രധാനമായിട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ടാസ്ക് കമ്പ്യൂട്ടർ വഴി ചെയ്യേണ്ടത്. ഓൺലൈൻ ഡാറ്റ എൻട്രി ഈസ് എൻ എസെൻഷ്യൽ ടാസ്ക് പെർഫോംഡ് ത്രൂ ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ത്രൂ പെർഫോം ചെയ്യേണ്ട ഒരു ടാസ്ക്കാണിത്. ഓൾ ദി ഡാറ്റ ഏബിൾ ടു ആക്സസ് ഓൺലൈൻ. ഇവിടെ മറ്റൊരു പ്രത്യേകത ആണ്, അണ്ടർ ദി സിസ്റ്റം all the data is able to be accessed to online due to availability of storage. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റോറേജിൻ്റെ അവൈലബിലിറ്റി പോലെ ഇരിക്കും ഇന്ന് കമ്പ്യൂട്ടറിൽ സ്റ്റോറേജ് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഓൺലൈൻ ഡാറ്റ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു, അൺലൈക്ക് മാനുവൽ സിസ്റ്റം ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ക്യാൻ ബി റെഡ്യൂസസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ റെഡ്യൂസ് ബാക്ക്ലോഗ്സും റെഡ്യൂസ് ചെയ്യുന്നു. അതായത് ആളുകൾ വർക്ക് ചെയ്യാതെ വരുന്ന ബാക്ക്ലോഗ് നികത്താനും ഈ ഓൺലൈൻ ഡാറ്റ എൻട്രി കൊണ്ട് സാധിക്കുന്നു എന്ന് പറയാം. ഓൺലൈൻ ഡാറ്റ എൻട്രി എസെൻഷ്യൽ ടാസ്ക് പെർഫോംഡ് ത്രൂ കമ്പ്യൂട്ടർ, ഓൾ ദി ഡാറ്റ ഏബിൾ ടു ആക്സസ് ഓൺലൈൻ. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സ്റ്റോറേജ് ഫെസിലിറ്റി എന്നുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജിൻ്റെ അവൈലബിലിറ്റി കൊണ്ടാണ് ഓൺലൈൻ ആക്സസ് എന്നുള്ളത് പറഞ്ഞു. ദെൻ റെഡ്യൂസസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്, ദെൻ റെഡ്യൂസസ് ബാക്ക്ലോഗ്സ്. എലിമിനേഷൻ ആൻഡ് റിഡക്ഷൻ ഓഫ് പ്രിൻ്റ് ഔട്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കൂടുതൽ ഹാർഡ് കോപ്പി ഒന്നും എന്ത് ചെയ്യേണ്ട, സൂക്ഷിക്കേണ്ടതായിട്ടില്ല. അത് എലിമിനേറ്റ് ദി ഹാർഡ് കോപ്പി ഓഫ് ഔട്ട്പുട്ട് റിക്വയർഡ് ഫോർ സെവറൽ പർപ്പസ്. പല പർപ്പസിനും ഹാർഡ് കോപ്പി എന്താണ് ആവശ്യമാണ്. ആ ഹാർഡ് കോപ്പി കീപ്പ് ചെയ്യേണ്ട ആവശ്യം ഈ ഒരു ഓഡിറ്റ് ഇതിൽ വരുന്ന ഇതിൽ ആവശ്യം വരുന്നില്ല. എലിമിനേറ്റ് ഹാർഡ് കോപ്പി ഓഫ് ഔട്ട്പുട്ട് റിക്വയർഡ് ഫോർ സെവറൽ പർപ്പസ്. പല ആവശ്യത്തിനും നമുക്ക് ഹാർഡ് കോപ്പി സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഓഡിറ്റ് ത്രൂ കമ്പ്യൂട്ടർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഹാർഡ് കോപ്പി സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ റിപ്പോർട്ട് ജനറേഷൻ ക്യാൻ ബി ഡൺ ത്രൂ ദി സിസ്റ്റം. ഇവിടെ റിപ്പോർട്ട് ജനറേഷൻ ചെയ്യുന്നത് സിസ്റ്റത്തിലൂടെയാണ്. ഓഡിറ്റിംഗ് ത്രൂ ദി കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് മോസ്റ്റ് ഓഫ് ദി അനാലിസിസ് ഓർ റിപ്പോർട്ട് ജനറേഷൻ ക്യാൻ ബി ഡൺ ഇൻ ദി സിസ്റ്റം ഓൺ വിത്ത് ദി കമാൻഡ്. ഒരു കമാൻഡ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം സിസ്റ്റത്തിൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ് റിയൽ ടൈം ഫയൽസ് അപ്ഡേറ്റിംഗ്. എന്താ റിയൽ ടൈം ഫയൽസ് അപ്ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഇൻപുട്ട് ഓഫ് ഡാറ്റ ആൻഡ് ഓട്ടോ ജനറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് ഓൺ ടൈം. ഓൺലൈൻ ഇൻപുട്ട് ഡാറ്റ ആൻഡ് ഓട്ടോ ജനറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് ഹെൽപ്പ് ടു കംപ്ലീറ്റ് ടാസ്ക് ഓൺ ടൈം. ഓൺലൈനായിട്ടുള്ള ഇൻപുട്ട് ഓഫ് ഡാറ്റ നമ്മൾ ചെയ്യുന്നത് കൊണ്ടും അതേപോലെ തന്നെ ഓട്ടോ ജനറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് അനാലിസിസ് ഓൺ ടൈം, നമുക്ക് ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു റിയൽ ടൈം. അതുകൊണ്ടാണ് റിയൽ ടൈം ഫയൽ അപ്ഡേറ്റിംഗ് എന്ന് പറയുന്നത്. ഓൺലൈൻ ഇൻപുട്ട് ഡാറ്റ ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് അത് റിയൽ ടൈമാണ് ഡാറ്റ ഫയൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇത് മറ്റൊരു പ്രത്യേകതയാണ് ഫാസ്റ്റർ ആൻഡ് ആക്യുറേറ്റ്. ഏറ്റവും വേഗത്തിൽ ചെയ്യുന്നതാണ്, അതോടൊപ്പം തന്നെ ആക്യുറേറ്റ് ആണ്, കറക്റ്റാണ്, വളരെ കൃത്യമാണ് എന്നുള്ളതാണ്. ദെൻ പ്രൊസീജിയേഴ്സ് ആർ ഇൻഡിക്കേറ്റ്. ഇവിടെ നിന്നാണ് പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ. അതായത് ദിസ് അപ്രോച്ച് ഈസ് കൺസിസ്റ്റ് ബോത്ത് ദി പ്രൊസീജിയേഴ്സ് ആർ ദി ഇൻഡിക്കേറ്റർ ഓഫ് ഓഡിറ്റിംഗ് ത്രൂ ദി കമ്പ്യൂട്ടർ. പ്രൊസീജിയേഴ്സ് ആണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്.
Then this approach gives importance to all phases of CS. This approach gives importance to all phases of CS activities. CS activitiesന്റെ എല്ലാ ഫേസസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓൾ ഫേസസിന് എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. Then phases under CS environment. CS എൻവയോൺമെൻറ്റിലെ ഫേസസ് ആണ് നമ്മൾ പറയുന്നത്. ഓഡിറ്റ് ഇൻപുട്ട് എന്ത് ചെയ്യുക, ആദ്യം ഇൻപുട്ട് ഓഡിറ്റാണ്, ഓഡിറ്റ് ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വൈറ്റ് ബോക്സ് അപ്രോച്ച് എന്നും കൂടി പറയും. ഈ ഒരു ഓഡിറ്റ് ത്രൂ കമ്പ്യൂട്ടറിന് വൈറ്റ് ബോക്സ് അപ്രോച്ച് എന്ന് പറഞ്ഞ് ഒരു പേര് കൂടിയുണ്ട്. ഓഡിറ്റ് ത്രൂ കമ്പ്യൂട്ടറിന് ഇവിടെ ഓഡിറ്റ് ഇൻപുട്ട്, ദെൻ പ്രോസസ്സിങ്, ക്ലയൻറ്റ് ഔട്ട്പുട്ട്. ഈ ക്ലയൻറ്റ് ഔട്ട്പുട്ടിനെ കമ്പയർ വിത്ത് ക്ലയൻറ്റ് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ കമ്പയർ വിത്ത് പ്രീ ഡിറ്റർമിൻഡ് ഔട്ട്പുട്ട്. കമ്പയർ രണ്ട് തരത്തിൽ ചെയ്യും. ഒന്ന് കമ്പയർ വിത്ത് ക്ലയൻറ്റ് ഔട്ട്പുട്ട്, മറ്റൊന്ന് കമ്പയർ വിത്ത് പ്രീ ഡിറ്റർമിൻഡ് ഔട്ട്പുട്ട്. ദെൻ അതിലൊന്നാമത്തത് പറയുക ഓഡിറ്റർ ഇൻപുട്ടാണ് നമ്മൾ ഒന്നാമത്തത് പറയുന്നത്. ഒന്നാമത്തത് ഓഡിറ്റർ ഇൻപുട്ട്. ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, നൽകുന്ന ഇൻപുട്ടാണ് ഒന്നാമത്തത് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രോസസ്സിങ് ആയിട്ട് CPU ആയിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട്, ഔട്ട്പുട്ട്, പ്രോസസ്സിങ്, ഈ 3 യൂണിറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ഇൻപുട്ട് എന്നുള്ളത് ഓഡിറ്റർ ഇൻപുട്ട് എന്താണെന്നുള്ളത്, അത് നോക്കണം. ഓഡിറ്റർ എന്താണ് ആദ്യം ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ ആണ് എന്ത് ഓഡിറ്റർ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടാമത്തെ പ്രോസസ്സ്, ഇതിൻ്റെ പ്രോസസ്സിങ് ആയിട്ട് ബന്ധപ്പെട്ട സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിൽ അതെന്തൊക്കെ പ്രോസസ്സിങ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ മൂന്നാമത്തെ ഫേസ് ക്ലയൻറ്റ് ഔട്ട്പുട്ടാണ്. ക്ലയൻറ്റ് ഔട്ട്പുട്ട് കിട്ടിയാൽ അത് എന്ത് ചെയ്യുന്നു, കമ്പയർ വിത്ത് ദി ക്ലയൻറ്റ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു ഇൻപുട്ടായിട്ട്. ദെൻ കമ്പയർ വിത്ത് പ്രീ ഡിറ്റർമിൻഡ് ഔട്ട്പുട്ട്, അതോടൊപ്പം തന്നെ പ്രീ ഡിറ്റർമിൻഡ് ഔട്ട്പുട്ടായിട്ട് കമ്പയർ ചെയ്യുന്നു. The process of controls applies in audit environment are subject to audit, processing, control in operating, investigating system. ഇത് പ്രോസസ്സ് ആൻഡ് കൺട്രോൾ അപ്ലൈ ചെയ്യുന്നത് ഓഡിറ്റിങ്ങിൽ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് സിസ്റ്റത്തിലാണ്. അതിനായിട്ടുള്ള ഓഡിറ്റർ സിസ്റ്റം വർക്ക് ചെയ്യുന്നു. ഓഡിറ്റർ സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റിംഗ് സിസ്റ്റത്തിലൂടെ ഇതിൻ്റെ പ്രോസസ്സിങ്, കൺട്രോളും ഒക്കെ അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് കമ്പ്യൂട്ടർ ഓഡിറ്റ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നത്. ഇവിടെ കമ്പ്യൂട്ടർ ഓഡിറ്റർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ദെൻ ഓഡിറ്റ് സോഫ്റ്റ്വെയർ പാക്കേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. എന്തിനാണ് ഓഡിറ്റ് സോഫ്റ്റ്വെയർ പാക്കേജ്, എന്തുകൊണ്ടാണ് ഓഡിറ്റ് സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഉപയോഗിക്കുന്നത്? ഇൻട്രാക്റ്റീവ് എൻക്വയറി ഫെസിലിറ്റേറ്റ് ടു ക്രോസ് എക്സാമിൻ ഫയൽസ് ഓഫ് കമ്പ്യൂട്ടർ ഫയൽസ്. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള എൻക്വയറി എന്ത് ചെയ്യുന്നു, ക്രോസ് എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു. നമുക്ക് ക്രോസ് എക്സാമിൻ നടത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രാക്റ്റീവ് എൻക്വയറി സഹായിക്കുന്നുണ്ട്. ദെൻ കമ്പ്യൂട്ടറിൻ്റെ സെക്യൂരിറ്റി എന്ത് ചെയ്യുന്നു, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് സോഫ്റ്റ്വെയർ പാക്കേജസ് സഹായിക്കുന്നുണ്ട്. Then മറ്റൊന്ന്, it has ability to compare source and compile program codes in order to locate dissimilarities. നമുക്ക് എന്തെങ്കിലും ഡിസിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഴ്സ് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ കമ്പയർ പ്രോഗ്രാം കോഡ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത്തരം ഡിസിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കണ്ടെത്താനും സഹായിക്കും. Then it facilitates to execute scrutinize computer treatment of live transaction by moving through the processing. പ്രോസസ്സിങ്ങിലൂടെ പോകുമ്പോൾ എന്താണ് ലൈവ് ട്രാൻസാക്ഷൻ നടക്കുന്നതെന്നുള്ളതിൻ്റെ സ്ക്രൂട്ടനൈസ് ചെയ്യാൻ എന്താണ് എളുപ്പമാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ജനറേഷൻ ഓഫ് ടെസ്റ്റ് ഡാറ്റ. നമ്മുടെ കമ്പ്യൂട്ടർ പാക്കേജസ് ആണെങ്കിൽ അത് ജനറേഷൻ ഓഫ് ടെസ്റ്റ് ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ ആക്ച്വൽ ആൻഡ് ഹയർ ലെവൽ കൺട്രോളിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. 5 എസെൻഷ്യൽ കൺട്രോൾ അണ്ടർ ഓഡിറ്റ് പ്രോസസ്. ഏതൊക്കെ കൺട്രോളാണ് ഓഡിറ്റ് പ്രോസസ്സിലുള്ളത് നോക്കാം നമുക്കിനി.
Input control, processing control, storage controls, output controls, data transmission control. Input control എന്ന് പറഞ്ഞാൽ replicate that every data is accurate and authorized by concerned department. എല്ലാ ഡാറ്റയും ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്തിരിക്കണം, ഓതറൈസ് ചെയ്തിരിക്കണം. ഇതാണ് ഇൻപുട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. രണ്ട്, പ്രോസസ്സിംഗ് കൺട്രോൾ. പ്രോസസ്സിംഗ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് the dispensation of facts is carried by responsible personnel under control of department. കൺട്രോൾ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ പ്രോസസ്സിംഗ് കൺട്രോളിന് ചുമതലയുള്ള ആളുണ്ടായിരിക്കും, അദ്ദേഹം അത് നിർവഹിക്കും. Then storage control. Storage control reflects that the software should have proper coding storage facilities. അതിന് കോഡിംഗ് ഇൻ സ്റ്റോറേജിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. It should not modify by anyone else and available for use as when needed. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാവുന്ന വിധത്തിൽ, അത് ഒരാൾക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു കൺട്രോളാണ് സ്റ്റോറേജ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. Then output control. Output control ensures that no modification or addition without information the authority. അതോറിറ്റിയുടെ ഇൻഫർമേഷൻ ഇല്ലാതെ, അതോറിറ്റിയുടെ അറിവോട് കൂടെ അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള മോഡിഫിക്കേഷൻ ഇതിൽ വരുത്താൻ പറ്റില്ല. ദെൻ അടുത്തത് ഡാറ്റ ട്രാൻസ്മിഷൻ കൺട്രോൾ. മറ്റൊന്ന് ഡാറ്റ ട്രാൻസ്മിഷൻ കൺട്രോൾ, അതായത് ഇൻഫർമേഷൻ ഫോർവേഡഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫേർഡ് ടു അതർ സിസ്റ്റം ഷുഡ് നോട്ട് ബി എഡിറ്റ്. നമുക്കൊരു ഇൻഫർമേഷൻ മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പ്രൊട്ടക്റ്റഡ് കോഡിങ് ഷുഡ് ബി കെപ്റ്റ് സീക്രട്ടായിട്ട് എന്ത് ചെയ്യുന്നു, അതിൻ്റെ കോഡിങ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ദെൻ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ഇനി പറയുന്നത് ഫോളോയിങ് ആർ ദി പ്രിവെൻറ്റീവ് മെഷേഴ്സ് അണ്ടർടേക്കൺ ബൈ ദി ഓഡിറ്റർ ടു കൺട്രോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഓഡിറ്റർ ചെയ്യണം എന്നുള്ളതാണ്. ഓഡിറ്റർ ഹാസ് ടു അലോക്കേറ്റ് ടാസ്ക് ബിറ്റ്വീൻ സ്റ്റാഫ് ഇൻ ടു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ഫംഗ്ഷൻ. കമ്പ്യൂട്ടർ സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നതിൻ്റെയും അതുപോലെ ട്രാൻസാക്ഷൻ പ്രോസസ്സിങ് ചെയ്യുന്നവരുടെ ഇടയിൽ ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, ടാസ്ക് അലോക്കേറ്റ് ചെയ്യണം. ദെൻ ഓഡിറ്റർ ഹാസ് ടു എൻഷുർ ആഡിക്വേറ്റ് സൂപ്പർവിഷൻ ഓഫ് പേഴ്സണൽ അഡ്മിനിസ്ട്രേറ്റീവ് ചെയ്യുന്ന പേഴ്സണലിൽ എന്ത് ചെയ്തിരിക്കണം, adequate ആയിട്ടുള്ള സൂപ്പർവിഷൻ എൻഷുർ ചെയ്യണം. as the process of auditing is not a starlight forward flow of work from start finish. ഇതൊരു സ്റ്റാർട്ട് ഫിനിഷ് വർക്കല്ല എന്ന് എന്തുകൊണ്ട് തന്നെ എന്താണ്, ഓഡിറ്ററുടെ ഈസ് നോട്ട് സ്റ്റാർലൈറ്റ് ഫോർവേഡ് ഫ്ലോ ഓഫ് വർക്കല്ല. അതിൻ്റെ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്തല്ല, ഒരു സ്റ്റാർട്ട് ഫിനിഷ് വർക്കല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓഡിറ്റർ ഹാസ് ടു ചെക്ക് വിത്ത് സ്റ്റാൻഡേർഡ് ചെക്ക് ലിസ്റ്റ്. ഓഡിറ്റർ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം വിത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, വിത്ത് ദി ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ദെൻ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഓഡിറ്റ് സോഫ്റ്റ്വെയർ പാക്കേജിൻ്റെ പ്രത്യേകത ഇൻറ്ററാക്റ്റീവ് എൻക്വയറി ഫെസിലിറ്റീസ്, then has ability to compare source and compile program codes, locate dissimilarities, then execute some scrutinize computer treatment of live transaction by moving through the processing. It helps in generation of test data. It helps in actual and higher level control. 5 essential controls under the audit process: input control, processing control, storage control, output controls, data transmission control. Then നമ്മൾ പ്രിവെൻറ്റീവ് മെഷേഴ്സ് പറഞ്ഞു. ഓഡിറ്റർ ഹാസ് ടു അലോക്കേറ്റ് ടാസ്ക് ബിറ്റ്വീൻ സ്റ്റാഫ് ഇൻ ടു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഫംഗ്ഷൻ. ഓഡിറ്റർ ഹാസ് ടു എൻഷുർ adequate supervision of personnel administrated. Then as the process of auditing is not a starlight forward flow of work from start to finish ആയിട്ടുള്ള വർക്ക് അല്ല. Then auditor has to check with the standard checklist, the list of questions. ഓക്കെ, അപ്പോൾ ഓഡിറ്റിംഗ് ത്രൂ ദി കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബോക്സ് പ്രോസസ്സാണെന്നും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വൈറ്റ് ബോക്സ് അപ്രോച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഡിറ്റർ എന്ത് ചെയ്യണം, സിസ്റ്റം അനലൈസ് ചെയ്യണം,
ഇത് എത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഓഡിറ്റർ സഹായിക്കുന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നത് എഫക്റ്റീവ്നെസ് ആണ് ഇവിടെ ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടത് ചെക്ക് ചെയ്യേണ്ടത്. ഓഡിറ്റർക്ക് കിട്ടിയ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. പ്ലാനിങ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഓഡിറ്റ് പ്ലാനിങ് സാധാരണ പോലെ തന്നെ ഓഡിറ്റ് പ്ലാനിങ് ഉണ്ടാവും. അതേപോലെ തന്നെ ഓഡിറ്റ് പ്ലാനിങ് ഈ സിസ്റ്റം എൻവയോൺമെൻറ്റിൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ വരുന്ന സിസ്റ്റം കൺട്രോളും അതേപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് കൺട്രോൾ, പ്രോസസ്സിംഗ് കൺട്രോൾ, സ്റ്റോറേജ് കൺട്രോൾ, ഔട്ട്പുട്ട് കൺട്രോൾ, ഡാറ്റ ട്രാൻസ്മിഷൻ കൺട്രോൾസ് ഏതൊക്കെ നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ് നമ്മൾ ഇതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ. അതിൻ്റെ ട്രൂ ആൻഡ് ഫെയർ സ്റ്റാറ്റസ് എന്ത് ചെയ്യുന്നു നമ്മൾ ട്രൂ ആൻഡ് ഫെയർ സ്റ്റാറ്റസ് ആണ് നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ലഭിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മൾ ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. പ്രിക്കോഷൻസ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു, എന്തൊക്കെ പ്രിക്കോഷൻ, എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കണം എന്നുള്ളത്. ദെൻ ഓഡിറ്റ് ത്രൂ ദി കമ്പ്യൂട്ടർ എന്നുള്ള ഭാഗം നമുക്ക് അതിൽ വരുന്നത് ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ്. പ്രോസസ്സിംഗ് സിസ്റ്റത്തിനെയാണ് മെയിനായിട്ട് അതെന്ത് ചെയ്യുന്നത് വെക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ.